ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന നമ്മുടെ പയറാണ്. നമ്മൾ വെറൈറ്റി ഇനത്തിൽപ്പെട്ട പയർ വാങ്ങി നട്ടതായിരുന്നു. അതിൻ്റെ കളർ കണ്ട, തുടക്കത്തിൽ ഒരു ഗ്രീൻ പോലെ വന്ന് പിന്നെ നല്ല രീതിയിൽ കളർ അണ്ടി കളറാവുന്ന പയറാണ്. ഇവിടെ ആരിഷ് പയറൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ആരിഷ് പയർ കണ്ടോ? ആരിഷ് ഈ പയർ കണ്ടിട്ടുണ്ടോ നേരത്തെ? എപ്പോൾ? ഇവിടെ വെച്ചോ അതോ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ വെച്ചോ. ആദ്യമായിട്ടാണ് അരിശി പയർ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ മൂടുകൾ ഒന്ന്, ഇതൊരു മൂടാണ്, ഇത് രണ്ടാമത്തേത്, 3, 4, 5, 6, 7 മൂട് പയർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചീനി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പന്നിയാണ് ചീനി എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ്. 3 മൂടേ ഉള്ളൂ നമുക്ക്. ഇതൊക്കെ നമ്മുടെ ഒരു റംബൂട്ടാൻ്റെ തൈയാണ്. ഈ റംബൂട്ടാൻ്റെ കാ വീണ് കിളിച്ചതാണ്. റംബൂട്ടാനൊക്കെ പൂത്തിപ്പോൾ ഉണ്ട് നമ്മുടെ റംബൂട്ടാൻ. നമ്മുടെ തെങ്ങ് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ മാങ്കോസ്റ്റിനാണിത്. മാങ്കോസ്റ്റിൻ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങി. തുടക്കത്തിൽ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു, കിളിക്കാതെ. ഇല പോലും വരാൻ വലിയ പാടായിരുന്നു. ഇപ്പം നല്ല എൻ്റെ ശിഖരങ്ങളൊക്കെ വന്നു. വലിയ പാടാണ് പിടിച്ച് കിട്ടുക. നമ്മൾ വാങ്ങി നട്ട വേറൊരു മാങ്കോസ്റ്റിനാണ്. ഇലയൊക്കെ മഞ്ഞളിച്ച് നിൽക്കും, അപ്പം നുള്ളിക്കളയാം. വാങ്ങി നട്ടമായിരുന്നു ഇത് മാങ്കോസ്റ്റിൻ. ഇത് നമ്മുടെ സപ്പോർട്ടയാണ്, ചിക്കൂസ് നൈസ് സപ്പോർട്ട എന്നൊക്കെ പറയും. ഇത് കൃഷിഭവനിൽ നിന്ന് വാങ്ങി നട്ടതാണ്. ധാരാളം കറിവേപ്പില നിൽപ്പുണ്ട് ഇവിടെ. ഒരു വലിയ മരം തന്നെ ഉണ്ട്, കറിവേപ്പാണിത്. ഇഷ്ടംപോലെ തൈ ഉണ്ട്. ഒരെണ്ണം വന്നാൽ അത് വേര് പൊട്ടി ഇഷ്ടംപോലെ തൈ കിളിച്ചോളും. കിളയ്ക്കുന്നിടത്തെല്ലാം വീണ്ടും പൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തൈകൾ. പിന്നെ നമ്മുടെ ഉണ്ടമുളക് വീണ്ടും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പോയതായിരുന്നു, മഴയൊക്കെ വന്ന് വീണ്ടും ഇലയൊക്കെ തളിർത്ത് പൂവൊക്കെ വന്ന് കായായി. ആരുഷിനിടയ്ക്കൂടൊക്കെ ഓടുവാണ്. ചവിട്ടിക്കളയരുതൊന്നും. നമ്മൾ കുറ്റിക്കുരുമുളകാണ്. കുറ്റിക്കുരുമുളകാണ്ട് തിരിയിട്ട് നിൽക്കുന്നുണ്ടോ? കുറ്റിക്കുരുമുളക്. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമണാണ്. സീഡ്ലെസ് ലെമൺ കുറ്റിക്കുരുമുളക്.